അപ്പം എല്ലാ പൊടിച്ചങ്കുകൾക്കും എല്ലാ വലിയ ചങ്കുകൾക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് വാങ്ങിച്ച ഒരു റോസിൻ്റെ പ്ലാന്റ് ആയിരുന്നു. ഇത് നമ്മളെ കർണ എന്നിട്ടുള്ള വെറൈറ്റിയുടെ ഫ്ലവർ വന്നാണ്. ഇത്രയും ചെറിയ പോട്ടിയൊക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്യണ നല്ല സൂപ്പർ വെറൈറ്റിയാണ് കർണയൊക്കെ ഒരെണ്ണെങ്കിലും വാങ്ങിച്ച് വെച്ചില്ലാണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാണ്. എപ്പോഴും ഫ്ലവർ ഉണ്ടാവണം, നല്ല സൂപ്പർ വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഫ്ലവർ കാണിച്ച കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ഞാൻ ഇതിക്ക് മുമ്പ് ഇട്ടൊരു വീഡിയോയിൽ ഒരു ചേച്ചി ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെ സന്തോഷമായി. വെച്ചാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കമൻറ്റിൽ കൂടെ നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ കൂടുതൽ അറിയണം ഇതിനെക്കുറിച്ച്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് നമ്മൾ സെയിൽ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഐഡിയ പറയണം. പിന്നെ അതിൻ്റെ വില ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഏത് ഐഡിയ എന്ന് പറയണം. അപ്പോൾ ഐഡിയയുടെ പേര് ഞാൻ മിക്കതും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നണത്. പിന്നെ നമ്മൾ DTDC വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും കൊറിയർ ചെയ്യുന്നുണ്ട്. പിന്നെ GPA വഴിയാണ് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. പിന്നെ വെയിറ്റ് നമ്മളെ കൊറിയർ ചാർജിൻ്റെ നമുക്ക് പലയിടത്തും പല റേറ്റാണ്. ഞങ്ങളിവിടെ 1 കിലോയ്ക്ക് 80 രൂപയാണ് വാങ്ങിക്കുന്നത്. അതിപ്പോൾ 1 കിലോത്തിൽ താഴെ ആയാലും നമ്മളിൽ നിന്ന് 80 രൂപയാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഈ പ്ലാന്റിൻ്റെ സൈസ് ചില വെയിറ്റ് കൂടുന്നതിനനുസരിച്ചുള്ള റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും. അത് ഈ ബോഗൺവില്ലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 3 കിലോ 2 കിലോത്തിൽ മേലെ എന്തായാലും വരും. അപ്പം നമുക്ക് പുതിയതായിട്ട് വാങ്ങിച്ച കുറച്ച് ബോഗൺവില്ലുണ്ട്. പക്ഷെ എനിക്ക് ഇതിൻ്റെ വാങ്ങിച്ച ഭയങ്കര പ്രൈസ് കുറവൊക്കെയാണ്. പക്ഷേ നമ്മൾ ഈ എറണാകുളത്ത് നിന്ന് ഈ പ്ലാന്റുകളൊക്കെ വന്നേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പാക്കിങ് എനിക്ക് വലിയ സുഖമായിട്ട് തോന്നില്ല. വെച്ചാൽ അവരെല്ലാ പ്ലാന്റും നടത്തി എടുത്തിട്ട് അതിൻ്റെ വേര് ഭാഗം മാത്രം കുറച്ച് ആയ ഒരു ക്ലേയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് അയച്ചു തന്നത്. അതിൽ നട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 2-3 എണ്ണം നമ്മളിൽ നിന്ന് നഷ്ടമായിപ്പോയി. ഇതിപ്പോൾ ഞാൻ 1 മാസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എടുത്തേക്കണം കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്ലാന്റ് 2-3 എണ്ണം പോയിന്ന് പറഞ്ഞത്. പിന്നെ ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് അത്യാവശ്യം പിടിച്ചിട്ടിട്ടുണ്ട്. നല്ല കുഴപ്പമില്ലാത്ത നല്ല പ്ലാന്റുകളുണ്ട്. പക്ഷേ റേറ്റ് വളരെ കുറവാണ് അവരിൽ. അവിടെ പോയി എടുക്കണതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം എറണാകുളം ഭാഗത്തു നിന്നൊക്കെയായാലും അതിലൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കയറി നേരിട്ട് എടുക്കണമായിട്ടുള്ള ഏറ്റവും നല്ലത്. കണ്ടില്ലേ, ഇതേപോലത്തെ പ്ലാന്റുകളൊന്നും നമുക്ക് അയച്ചു തന്നിട്ടില്ല. ചെറിയൊരു കീഴ്ക്കെട്ട് പോലെ ആക്കിയിട്ട് നമുക്ക് പ്ലാന്റുകളൊക്കെ അവർ അയച്ചു തന്നേക്കുന്നത്. എല്ലാം കൂടി ഈ ഒറ്റ ഒരു പൊതിയിലാക്കിയിട്ടാണ് നമുക്ക് പ്ലാന്റുകളൊക്കെ കിട്ടുന്നത്. ഇത് നട്ട് പിടിപ്പിക്കാൻ കുറച്ച് പാടിട്ടെന്ന് വെച്ചാൽ ചെറിയ വേരാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ തരക്കേടില്ലാത്ത വിലക്ക് കിട്ടിയപ്പോൾ നമ്മളത് വാങ്ങിച്ചു എന്നുള്ളൂ. ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള പ്ലാന്റിൻ്റെ ഒരു ലുക്ക്. കണ്ടില്ലേ, അത്യാവശ്യം ലീഫുകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാം നല്ല സൂപ്പർ വെറൈറ്റിയാണ്. പുറത്തൊക്കെ നല്ല റേറ്റുള്ള നല്ല വെറൈറ്റികളാണ്. ഈ ബട്ടർ കപ്പ് അങ്ങനത്തെ ഓരോ വെറൈറ്റികളാണ് ഇതിലുള്ളത്. ഇതിൽ 2-3 എണ്ണം പോയത് ലീഫ് ഒട്ടും ഇല്ലാത്ത 2-3 പ്ലാന്റാണ് പോയത്. അപ്പോൾ താങ്ക് യു.